സാൻഡ്വിച്ച് എല്ലാ കുട്ടികൾക്കും വളരെ ഇഷ്ടമുള്ള ഒന്നാണ്. അപ്പോൾ അത് സിമ്പിളായിട്ടും ഹെൽത്തി ആയിട്ടും നമുക്കത് കുട്ടികൾക്ക് ഉണ്ടാക്കി നൽകാൻ കഴിഞ്ഞാൽ എന്ത് സന്തോഷമായിരിക്കും കുഞ്ഞു മക്കൾക്ക്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഹെൽത്തി സാൻഡ്വിച്ച്, അതും ഹോം മെയ്ഡ് സാൻഡ്വിച്ച് നമുക്ക് തയ്യാറാക്കിയാലോ? അതിന് കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ധാരാളം വെജിറ്റബിൾസ് കൂടി യൂസ് ചെയ്ത് നമുക്ക് ഹെൽത്തി ആയിട്ട് എങ്ങനെ ഈ സാൻഡ്വിച്ച് തയ്യാറാക്കാമെന്ന് നോക്കാം. അടുപ്പ് കത്തിച്ച് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചോളൂ. 1 സ്പൂൺ ബട്ടർ ഇട്ട് അതിലേക്ക് ഇനി വെജിറ്റബിൾസ് എല്ലാം നന്നായി കുക്ക് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീൻസാണ്. ബീൻസ് നീളത്തിന് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അടുത്ത് നമുക്ക് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചോളൂ. ക്യാരറ്റ് ഒന്ന് 1 മിനിറ്റ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും അടുത്തതായിട്ട് നമുക്ക് നീളത്തിനരിഞ്ഞ സവാള കൂടി ചേർക്കാം. അരമുറി സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എല്ലാം നീളത്തിനാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. സവാള പെട്ടെന്ന് തന്നെ വരട്ട് വരുന്നതാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ക്യാപ്സിക്കം ഇഷ്ടമാണെങ്കിൽ നീളത്തിനരിഞ്ഞ ക്യാപ്സിക്കം കൂടി ചേർക്കാവുന്നതാണ്. അതും പല കളർ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാവുന്നതാണ്, ഒന്ന് കളർഫുള്ളാവും. അടുത്തതായിട്ട് കോളിഫ്ലവറാണ് ചേർക്കുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുത്ത കോളിഫ്ലവറാണ് ഇതിൽ ചേർക്കുന്നത്. ഇനി ഇവയ്ക്കെല്ലാം പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. ഉപ്പൊന്ന് നന്നായി മിക്സായി കഴിയുമ്പോഴേക്കും കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തോളൂ. വെജിറ്റബിൾസ് എല്ലാം 1 മിനിറ്റ് കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വീഴ്ത്തുന്നുണ്ട്. മുട്ടയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. മലക്കറികളെല്ലാം ഉപ്പ് ചേർത്തിട്ടുണ്ട്. മുട്ടയ്ക്ക് പാകത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ചേർത്താൽ മതിയാകും. അവ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് യോജിപ്പിച്ചോളൂ. മുട്ട നന്നായി ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ വേവിച്ച് വെച്ചിരിക്കുന്ന മലക്കറികൾ കൂടി അതിലേക്ക് കുറേശ്ശെ ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി ഈ മിക്സ് ചെയ്ത ബാറ്റർ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ദോശക്കല്ല് അടുപ്പിലേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ കൂടി വീഴ്ത്തി ഈ ഒരു ബാറ്റർ കൂടി നമുക്ക് അതിലേക്ക് വീഴ്ത്തി കൊടുക്കാവുന്നതാണ്. 3 സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് 3 റൗണ്ട് ഷേപ്പിലായിട്ടാണ് ബാറ്റർ തയ്യാറാക്കാനായി പോയത്. പക്ഷേ പണി പാളിപ്പോയി. ദോശക്കല്ലിൽ നന്നായിട്ട് ഒലിച്ച് വരുന്നത് കൊണ്ട് പിന്നെ അതിനെ മൊത്തത്തിലങ്ങ് വീഴ്ത്തി കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുത്തു ഞാൻ. ദോശക്കല്ലിൽ മൊത്തത്തിലുള്ള മുട്ടയുടെയും വെജിറ്റബിൾസിൻ്റെയും മിക്സ് വീഴ്ത്തി കഴിഞ്ഞ ശേഷം കുറച്ച് കുരുമുളക് പൊടി കൂടി മുകളിലേക്ക് വിതറിയിട്ടുണ്ട് കേട്ടോ. മുട്ടയുടെയും വെജിറ്റബിൾസിൻ്റെയും മിക്സ് നന്നായി ഒന്ന് കുക്കാവട്ടെ. അപ്പോഴേക്കും മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ബട്ടർ ഇട്ട് കൊടുത്ത ശേഷം ബ്രെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ബ്രെഡ് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ചെറിയ കളറൊന്ന് മാറുമ്പോഴേക്കും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ബ്രെഡ് മാറ്റാവുന്നതാണ്. മുട്ട ഒരു ഭാഗം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറുഭാഗം കൂടി നന്നായി ഒന്ന് കുക്കാവട്ടെ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഭാഗവും വെന്ത് വരുമ്പോഴേക്കും ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഈ മുട്ടയിൽ നിന്നും നമുക്ക് ബ്രെഡിൻ്റെ ഷേപ്പിൽ ഓരോ പീസുകൾ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. 3 സാൻഡ്വിച്ചാണ് തയ്യാറാക്കുന്നത്. 3 പീസുകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവ നമുക്ക് അല്ലാതെ കഴിക്കാവുന്നതാണ്. ഇനി മുട്ട പൊരിച്ച പാനിലേക്ക് തന്നെ ബ്രെഡ് വെച്ച് കൊടുക്കുക. 3 ബ്രെഡ് വെച്ച് അതിന് മുകളിലേക്ക് കട്ട് ചെയ്തെടുത്ത മുട്ടയുടെ മിക്സ് കൂടി വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ചീസാണ് ചേർക്കുന്നത്. സ്ക്വയർ ടൈപ്പിലുള്ള ചീസാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കറക്റ്റ് ബ്രെഡിൻ്റെ സൈസായിരുന്നു. 2 ബ്രെഡിലും ഓരോ ചീസ് വീതം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മോൾക്ക് ചീസ് വലിയ ഇഷ്ടമല്ല, അപ്പോൾ മോൾക്ക് ഞാൻ ചീസ് വെക്കുന്നില്ല കേട്ടോ. ചീസിന് മുകളിൽ അടുത്ത ബ്രെഡ് കൂടി വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുകളിലെ ബ്രെഡിന് മുകളിലായിട്ട് ചെറിയൊരു തക്കാളിയുടെ പീസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തതാണ് കേട്ടോ. ഇനി ആ ഒരു പാത്രം ഒരു മൂടി വെച്ച് ഒന്ന് അടയ്ക്കുന്നുണ്ട്. അതിനുശേഷം തീ ഒന്ന് കത്തിച്ച് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടോളൂ തീ. അത് കഴിയുമ്പോഴേക്കും മൂടി മാറ്റി നമുക്ക് സാൻഡ്വിച്ച് എടുത്ത് നോക്കാവുന്നതാണ്. ചീസെല്ലാം നന്നായിട്ട് മെൽറ്റായി സാൻഡ്വിച്ചിൽ നന്നായി യോജിച്ചിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് തയ്യാറായി കഴിഞ്ഞു. അമ്മമാർക്ക് മടി കൂടാതെ കുട്ടികൾക്ക് ഇങ്ങനെ ഹെൽത്തി ആയിട്ട് സാൻഡ്വിച്ച് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്.
ഈ ഒരു സാൻഡ്വിച്ചിലേക്ക് ക്യാപ്സിക്കം, ക്യാബേജ് തുടങ്ങിയവ കുട്ടികൾ കഴിക്കുമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തിക്കോളൂ. പുതിയ സിമ്പിൾ റെസിപ്പിക്കായി കാത്തിരിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഗേസ്.